കോഴിക്കോട് വടകരയിൽ ക്യാരവനിൽ യുവാക്കൾ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്ന് സ്ഥിരീകരണം. NIT സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ജനറേറ്ററിൽ നിന്ന് വിഷവാതകം ക്യാരവാനുള്ളിൽ പടർന്നു എന്നാണ് കണ്ടെത്തൽ. അപകടമുണ്ടായ കാരവാനിൽ NITയിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടെ ഇന്ന് പരിശോധന നടത്തിയിരുന്നു. കാരവാനിൽ ജനറേറ്ററും AC-യും പ്രവർത്തിപ്പിച്ച ശേഷം കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് പരിശോധിച്ചത്. ജനറേറ്ററിൽ നിന്ന് വന്ന കാർബൺ മോണോക്സൈഡ് മരണത്തിന് കാരണമായി എന്നാണ് സ്ഥിരീകരണം. പ്ലാറ്റ്ഫോമിലെ ദ്വാരം വഴി വിഷവാതകം കാരവാനിൽ പടരുകയായിരുന്നു. 2 മണിക്കൂർ നേരത്തെ പരിശോധനയിൽ 957 ppm അളവ് കാർബൺ മോണോക്സൈഡ് പടർന്നതായി NIT സംഘം കണ്ടെത്തി. വിശദമായ റിപ്പോർട്ട് ഉടൻ പോലീസിന് കൈമാറും. വടകര കരിമ്പനപ്പാലത്താണ് മനോജ്, ജോയൽ എന്നിവരെ കാരവാനിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 കോഴിക്കോട്.